இது மலையாளம் படமா? ஹாலிவுட் படம் பார்த்த மாதிரியே இருக்கே. ஆனா അതാ പ്രശ്നയേ. ഈ പടത്തിന്റെ ട്രെയിലർ ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നേ. അതുപോലെ ജോണർ ബുക്ക് മൈ ഷോയിൽ നോക്കിയപ്പോൾ സൈഫൈ എന്ന് കണ്ടു. സോ ഒരു കിളി പറത്തുന്ന ഐറ്റം ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ആനമി അതോ അനോമിയാണോ? റിയാസ് മാരാത്ത് രചനയും സംവിധാനം നിർവഹിച്ച് ഭാവന, റഹ്മാൻ, അർജുൻ ലാൽ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ വന്ന ഈ മലയാളം ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. തന്റെ അനിയനെ കാണാതായതിനെ തുടർന്ന് അവനെ അന്വേഷിച്ചിറങ്ങുന്ന ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥയുടെ കഥയാണ് അനോമി എന്ന സിനിമ പറയുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ആവറേജ് ത്രില്ലറാണിത്. പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു ബേസിക് ഐഡിയ കൊള്ളാമായിരുന്നു. ഒരു സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്ന സംഭവമാണ്. സോ ആ ഒരു മിസ്റ്ററി, എന്തുകൊണ്ടാണ് ഈ ക്രൈംസ് ഒക്കെ നടക്കുന്നത് എന്നുള്ള കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത്യാവശ്യം ത്രില്ലിംഗുമായിരുന്നു പടം. നല്ല രീതിയിൽ ഇത് എടുക്കുകയായിരുന്നെങ്കിൽ ഒരു കിളി പറത്താവുന്ന ഐറ്റം ആകാനുള്ള കെൽപ്പുള്ള ഐഡിയ ആയിരുന്നു. പക്ഷെ മേക്കിങ്ങിലാണ് പ്രശ്നം. ഒരു മോശം സിനിമയെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ബെറ്റർ ാനുള്ള പൊട്ടൻഷ്യലുള്ള കഥയായിരുന്നു. ഇതിന്റെ വിഷ്വൽസ്, കളർ ടോൺ ഒക്കെ കിടുവാണ്. കേരളമാണെന്ന് നമുക്ക് തോന്നുകയില്ല. ഒരു നോർഡിക് ഫീൽ തരുന്ന വിധത്തിൽ നമ്മുടെ കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതിയൊക്കെ ഇവര് വിഷ്വലിൽ മാറ്റിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അത് നൈസായിരുന്നു. കളർ ടോൺ കൊടുത്തതും ക്യാമറയും ഒക്കെ രസമുണ്ടായിരുന്നു. സ്റ്റൈലിഷ് ആയിട്ടുള്ള മേക്കിങ്ങും ഇതിന്റെ പോസിറ്റീവ് തന്നെയാണ്. ഇതിന്റെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് നൈസാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കേൾക്കാൻ നല്ല വൈബ് ഉണ്ടായിരുന്നു. ആ ഒരു സൗണ്ട് ഡിസൈനും നൈസാണ്. ഗ്രാഫിക്സ് അവസാനം ഒരു സംഭവമൊക്കെ ഉണ്ട്, അത് കൊള്ളാമായിരുന്നു. പടം വളരെ ഫാസ്റ്റ് പേസിലാണ് മുമ്പോട്ട് പോകുന്നതും. ഫസ്റ്റ് ഹാഫ് ഒക്കെ 1 മണിക്കൂർ പോലും ഇല്ല, പറന്നുപോയാണ് ഇന്റർവെൽ ആവുന്നതെന്ന് പറയാം. എന്നാൽ സെക്കൻഡ് ഹാഫ് ഒരു 1.5 മണിക്കൂറിനടുത്ത് സിനിമ ഉണ്ട് താനും. സിനിമയുടെ ക്ലൈമാക്സും എനിക്ക് ഇഷ്ടപ്പെട്ടു. പെർഫോമൻസ് പറയുമ്പോൾ സാറ എന്ന നായിക റോളിൽ ഭാവന കൊള്ളാമായിരുന്നു. സ്വന്തം അനിയനെ മറ്റാരെക്കാളും സ്നേഹിക്കുന്ന ഒരു കഥാപാത്രമാണ്. അവനുവേണ്ടി ഏതറ്റം വരെ പോകാനും പുള്ളിക്കാരി തയ്യാറാണ്. പക്ഷേ ഈ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സഹോദരി എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് വളരെ കൺവിൻസിംഗ് ആയിട്ട് തന്നെ ഭാവന ചെയ്തിട്ടുണ്ട്. ആ ഒരു മുഖഭാവം, ടെൻഷൻ, ഇതൊക്കെ ത്രൂ ഔട്ട് പിടിച്ചിരിക്കുന്നത് നൈസായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായ ജിബ്രാനായിട്ട് റഹ്മാനാണ് വരുന്നത്. മാസ് രംഗങ്ങൾ, ആക്ഷൻ സീനുകൾ ഒക്കെ കിടുവാണ്. പെർഫോമൻസ് നൈസാണ്. പക്ഷെ ആ ക്യാരക്ടർ എഴുതിയേക്കുന്നത് അത്ര നല്ല സുഖകരമായിട്ട് എനിക്ക് തോന്നിയില്ല. ആദ്യം ഒരു മടിയനായിട്ടാണ് ആ ക്യാരക്ടറിനെ കാണിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അതെന്നൊക്കെ ബാക്ക് സ്റ്റോറിയിൽ പറയുന്നുണ്ട്. പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് കൺവിൻസിംഗ് ആയിട്ട് ഫീൽ ചെയ്തില്ല. സ്വന്തം ശബ്ദമല്ല എന്നുള്ളതും ഒരു പോരായ്മയാണ്. പടത്തിലൊരു മികച്ച കാസ്റ്റിംഗ് അർജുൻ ലാലിന്റേതാണ്. വല്ലപ്പോഴുമേ പുള്ളി സിനിമ ചെയ്യാറുള്ളൂ. പക്ഷെ ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കുകയും ചെയ്യും. ഇതിലും നൈസായിരുന്നു. പിന്നെ അനിയൻ സിയാനായിട്ട് വരുന്നത് ഷെബിൻ ബെൻസൺ ആയിരുന്നു. ഒരു നിഷ്കളങ്കമായ മുഖം, കാണുന്നവർക്ക് ഇഷ്ടം തോന്നുന്ന ഒരു കഥാപാത്രം. അങ്ങനെയുള്ള ഒരു ആൾ വേണം ഈ റോൾ ചെയ്യാനായിട്ട്. ഷെബിൻ അതിന് പെർഫെക്റ്റ് കാസ്റ്റ് ആയിരുന്നു. നമ്മുടെ നടി സിമ്രന്റെ അനിയൻ ബിഗ് ബിയിലൊക്കെയുള്ള സുമിത് നവലിന് ഇതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റോളുണ്ട്. പുള്ളിയും കൊള്ളാമായിരുന്നു. ബിനു പപ്പു, വിഷ്ണു അഗസ്ത്യ, ബിബിൻ പെരുമ്പള്ളി, ലാലി PM, വെട്ടുകിളി പ്രകാശ്, അങ്ങനെ കുറച്ച് പേരും പടത്തിലുണ്ട്. സുജിത് സാരംഗിന്റെ ക്യാമറ നൈസാണ്. ഞാൻ പറഞ്ഞില്ലേ, ലൊക്കേഷൻ ആൻഡ് കൊടുത്തിരിക്കുന്ന ഒരു കളർ ടോൺ ഒക്കെ ഒരു വിദേശ സിനിമ കാണുന്ന ഫീല് തരുന്നുണ്ടായിരുന്നു. കിരൺ ദാസ് ആണ് ഇതിന്റെ എഡിറ്റിംഗ്. ഫസ്റ്റ് ഹാഫിലെ പല സീനുകളും തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലാത്തതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കുറെ സീനുകൾ, ഡയലോഗുകളൊക്കെ ഇപ്പൊ ഈ ഓർക്കുന്നത് പോലൊക്കെ റിപ്പീറ്റ് കാണിച്ചത് കുറച്ച് ഓവർ ആയിട്ടുള്ളതുപോലെ ഫീൽ ചെയ്തു. ഉദാഹരണത്തിന് ഇപ്പോൾ 3:15 മരണം സംഭവിച്ചത്. ഈ ഒരു ഡയലോഗ് പറയുന്ന ക്ലിപ്പ് തന്നെ 2 തവണയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് മറന്നുപോയതാണോ എന്ന് എനിക്ക് സംശയം തോന്നി. പിന്നെ ഈ ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഓർക്കുന്നത്, അതായത് എന്തെങ്കിലും നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടോ എന്നിങ്ങനെ അന്വേഷണം നടത്തുന്നത്, അതൊക്കെ നമുക്കിങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന സീൻസ് ഒക്കെ കുറച്ച് ഓവറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഹർഷവർദ്ധൻ രാമേശ്വറാണ് ഇതിന്റെ മ്യൂസിക്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്കോർ ഒക്കെയാണ്. പക്ഷെ ചിലയിടങ്ങളിൽ BGM വളരെ ലൗഡായിരുന്നു. ആവശ്യമില്ലാത്ത ചിലയിടങ്ങളിൽ പോലും ഓവറായിട്ട് BGM ഇട്ട് ഓവർഡൂ ചെയ്തതുപോലെ തോന്നി. ഇനി വേറെ മെയിൻ നെഗറ്റീവ്സ് പറഞ്ഞാൽ നമുക്ക് യാതൊരു ഇമോഷണൽ കണക്ഷനും തോന്നുന്നില്ല എന്നുള്ളതാണ്. ഒന്നാമത് ഈ കഥ ഒട്ടുമേ റൂട്ടഡ് അല്ല. ഇപ്പം അർബൻ കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരു പടമാണ്. പക്ഷെ എവിടെയെങ്കിലുമൊക്കെ ഒരു മലയാളത്തം വേണ്ടേ? കേരളത്തിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നതെങ്കിൽ ഏതോ വിദേശ രാജ്യത്തെ കഥാപാത്രങ്ങളും കഥയും ഒക്കെ ആണെന്ന് നമുക്ക് തോന്നുകയുള്ളൂ. കഥ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ എന്തോ പട്ടിത്താനം, മേപ്പുറത്തുകാവ്, കൂവത്തൂര് അങ്ങനെയൊക്കെ പറയുന്ന പോലെയുള്ള ഇടങ്ങളാണ്. പക്ഷെ ഇതിലെ ചായക്കടക്കാരനാണെങ്കിലും കോൺസ്റ്റബിൾ ആണെങ്കിലും വരെ മലയാളം കുരച്ച് മാത്രം പറയുന്ന ടൈപ്പാണ്. ചിലപ്പോൾ കൊച്ചിയിലൊക്കെ ഇങ്ങനെ ആയിരിക്കും, ആണോ? എന്തായാലും ഞങ്ങളുടെ നാട്ടില് ഇങ്ങനെ എല്ലാ മനുഷ്യരും അവരുടെ ഡയലോഗുകളിൽ 60 മുതൽ 70% വരെ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ബാറിൽ പോയിട്ട് നായകൻ അലമ്പുണ്ടാക്കുകയാണ്. ഒരു നോർമൽ മലയാളി പോലീസ് ഉദ്യോഗസ്ഥൻ അപ്പോൾ ആദ്യം കാണുന്ന ഒരാളോട് ഡു ഐ ലുക്ക് ലൈക്ക് എ ഫെയിലിയർ എന്നൊക്കെ ചോദിക്കൂ. കേൾക്കുന്ന ആളുടെ കിളി പോകുമല്ലോ. ഞാൻ വെറും ഒരു തോൽവിയാണെന്ന് നീ വിചാരിച്ചോ? അങ്ങനെയും ചോദിക്കുകയല്ല. ഞാനൊരു ഉണ്ണാക്കനാണെന്നാണോടാ നീ വിചാരിച്ചത് എന്നൊക്കെയല്ലേ ചോദിക്കുകയുള്ളൂ. സോ ഇത് ഏതോ ഒരു CBSE അല്ലെങ്കിൽ NRI മലയാളം എഴുതിയ ഡയലോഗ്സ്
അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. ഒപ്പം ഈ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഇതിലെ എല്ലാ ആക്ടേഴ്സിനും ഒരു 2 മാസം IELTS കോഴ്സോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആക്സന്റ് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കോഴ്സിന് വിട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങളായിരിക്കും എങ്കിലും ഒരു കേരള പോലീസുകാരനും അയാളുടെ ഭാര്യയും വീട്ടിലിരിക്കുമ്പോൾ ഇംഗ്ലീഷിലാണോ സംസാരിക്കുക? അപ്പൊ ഞാനിപ്പോ ഒരു MBA കാരാണ് എന്ന് വെച്ചിട്ട് വീട്ടിലിരിക്കുമ്പോൾ ഞാൻ വാട്ട് ആർ യു ട്രൈങ് ടു സേ ജിബ്രാൻ എന്നൊന്നും ചോദിക്കില്ല. എന്തുവാ ജിബ്രാൻ നീ പറഞ്ഞു വരുന്നത് എന്നാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് അല്ലെ? എന്റെ ഒരു കുഴപ്പമായിരിക്കാം. ഇതിൽ 11 കൊല്ലം മുമ്പ് മകള് മരിച്ചുപോയ പ്രായമായിട്ടുള്ള ഒരു ടിപ്പിക്കൽ മലയാളി അച്ഛൻ ഒരു ഡോക്ടറോ സയന്റിസ്റ്റോ അല്ലെങ്കിൽ എപ്പോഴും ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരാളാണെന്നൊന്നും എങ്ങും പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ അടുത്ത് എന്നിട്ട് ഭാവന പറയുകയാണ്, യു ആർ നോട്ട് എ ഗുഡ് ഫാദർ, ആണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ ട്രൈ ടു ഇൻവെസ്റ്റിഗേറ്റ് അബൌട്ട് യുവർ ഡോട്ടേഴ്സ് ഡെത്ത് എന്നൊക്കെ. എന്റെ മനസ്സിൽ തോന്നിയത് പുള്ളിക്കാരി പറഞ്ഞു പോയതിനു ശേഷം ഈ അച്ഛൻ വിചാരിക്കുക ഇവളിപ്പോ എന്തുവാ എന്നോട് പറഞ്ഞിട്ട് പോയേ. പറഞ്ഞു വന്നത് ഒട്ടും റൂട്ടഡ് അല്ലാത്ത അല്ലെങ്കിൽ മലയാള തനിമ തീരെ ഇല്ലാത്ത കഥാപാത്രങ്ങളും കഥാപശ്ചാത്തലവും സിറ്റുവേഷൻസും ഒക്കെ കൊണ്ട് നമുക്ക് ഈ ക്യാരക്ടേഴ്സിനോടൊന്നും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നുന്നില്ല എന്നുള്ളതാണ് കഥയോടും. ചിലപ്പോൾ ഒരു ഹൈ പ്രൊഫൈൽ NRI കുടുംബങ്ങൾക്ക് മാത്രം പടം നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. സോ മൊത്തത്തിൽ ഇതിന്റെ ബേസിക് ഐഡിയ കൊള്ളാമായിരുന്നു, പക്ഷേ മേക്കിങ്ങിൽ പാളിയത് കൊണ്ട് ഒരു ആവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നിയത്. കുറച്ചുകൂടി കിടിലനാക്കി ഒരുക്കാമായിരുന്ന ഒരു ത്രെഡായിരുന്നു. സോ ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി പോലെ തോന്നി. ഒരു സയൻസ് ഫിക്ഷൻ ഐഡിയ ഒക്കെ വെച്ചിട്ട് എന്തൊക്കെ കിടുവായിട്ട് ചെയ്യാമായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചിലപ്പോൾ കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞിട്ട് കാലത്തിന് മുമ്പേ സഞ്ചരിച്ച സിനിമ എന്നൊക്കെ കുറച്ച് ആൾക്കാർ പറയാനുള്ള സാധ്യതയുള്ള ഒരു പടം കൂടിയാണ്. പടം നിങ്ങൾക്ക് തിയേറ്ററുകളിൽ കാണാം. 2 മണിക്കൂർ 32 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല. പിന്നെ ഈ പടം കണ്ടവരോടാണ് ഇതിലെ ലാസ്റ്റ് ഭാവന ഇങ്ങനെ പൂച്ചയും കൊണ്ട് വണ്ടിയിൽ കയറി പോകുമ്പോൾ ഇപ്പോൾ ഒരു BGM ഉണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് മറ്റേ വെണ്ണെ താണ്ടി വരുവായിലെ മഞ്ഞിപ്പായ പാട്ടില്ലേ, അതിലെ പാട്ടിട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും. മറ്റേ ആ സംഭവമില്ലേ, മനസ്സിലായോ? എനിക്ക് പാടാനറിയില്ല. സോ അതേ സെയിം ഐറ്റം ആണ് BGM ആയിട്ട് എടുത്തു വെച്ചതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി.